ഹായ് ഫ്രണ്ട്സ്, പ്രിയ സെൻസറി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചധികം ദിവസങ്ങളായി നമ്മുടെ വീഡിയോസൊക്കെ ലോങ് വീഡിയോസൊക്കെ വന്നിട്ടല്ലേ, കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പോകാം കേട്ടോ. മാനസികമായിട്ടൊരു കുറച്ച് ടെൻഷൻസ്, അതൊക്കെ ഞാൻ നിങ്ങളോട് പിന്നൊരു ദിവസം പറയാം എന്താണെന്ന്. ഇപ്പം എന്തായാലും പറയുന്നില്ല കേട്ടോ. എന്താ എൻ്റെ വിഷമങ്ങളതൊക്കെ. ആ വിഷമങ്ങളൊക്കെ നല്ലൊരു സന്തോഷത്തിലേക്ക് എത്താൻ വേണ്ടിയാണെന്ന് നിങ്ങളും വിചാരിച്ചോളൂ. ആ സന്തോഷ നിമിഷം വരുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ടുമൊക്കെ പങ്കുവയ്ക്കാം കേട്ടോ. ഞാൻ കോഴിയെ വൈകുമ്പാടായി. ഇന്ന് രാവിലെ തീറ്റ കൊടുത്തിട്ട് പോയ വൈകിട്ടത്തെ തീറ്റ കൊടുക്കാനൊക്കെ വന്നപ്പോൾ അവരുടെ കൂട് നിറച്ച് മുട്ട കിടക്കുകയാണ്. അപ്പം ഞാൻ ഓർത്ത് ആ മുട്ടയൊക്കെ പറക്കുന്നതും അവർക്ക് വൈകിട്ട് ഇത്തിരി തീറ്റയൊക്കെ കൊടുക്കുന്നതായിട്ടൊക്കെയുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുക. ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. നോക്കി ഇങ്ങനെ മുട്ട പിറക്കാൻ കഴിയുന്നത്. ഇങ്ങനെ മുട്ട പിറക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ VB3 കോഴിയെ തന്നെ വളർത്തുക. VB380 കോഴികളെ തന്നെ വളർത്തിയാലേ ഇങ്ങനെ കിട്ടത്തുള്ളൂ. ഗ്രാമശ്രീയോ അതൊന്നും ഇങ്ങനെ നമുക്ക് കിട്ടത്തില്ല. അവർ ഡെയിലി ഇതുപോലെ മുട്ടയിടത്തില്ല. ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് മുട്ട പർപ്പസിനായിട്ട് ഏറ്റവും അധികം വളർത്താൻ കൊള്ളുന്ന കോഴികളാണ് ഇവർ. ഞാൻ ഇവരുടെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ ഈ VB380 എല്ലാവരും മേടിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ ദിവസം ഒരു ഫാമുകാർ, അതായത് ഗ്രാമശ്രീയാണോ ഏതോ ഇനത്തിൽപ്പെടുന്ന കോഴികളെ വളർത്തുന്ന ഒരു ഫാമുകാരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ അവരെന്നോട് കുറ്റം പറഞ്ഞു കേട്ടോ. എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ നമ്പർ ഇതിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കണം. അവരെന്നെ ഇങ്ങനെ എടുത്തിട്ട് അവരെൻ്റെ കുറ്റം പറഞ്ഞു. ചേച്ചി എന്തിനാ ഇങ്ങനെ എപ്പോഴും ഇതിനെ മാത്രം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വർത്താനം പറയുന്നത്, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞല്ലാതെ മുഷിഞ്ഞൊന്നും ഇല്ല. അവർ സ്നേഹത്തോടാണ് എന്നോട് സംസാരിച്ചത്. എന്നാലും അവർക്ക് അങ്ങനെ പറയാനുള്ള ഒരു ഇത് തോന്നി. എന്തായാലും പോട്ടെ. ഞാൻ ഒരിക്കലും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ഇങ്ങനെ പറഞ്ഞ് എൻ്റെ അനുഭവമാണ് പറയുന്നത്. എന്നെ കാണുന്നവരെല്ലാം സാധാരണക്കാരായ വീട്ടമ്മമാരാണ് കാണുന്നതല്ലേ. അപ്പോൾ അവർക്കൊക്കെ കാണുന്നവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞു കൊടുക്കാവൂ. അല്ലാതെ എന്താ പറയുക, നമ്മൾ കള്ളത്തരങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. പറയാൻ കാരണം എന്താ പറയുക, ഞാൻ മുട്ടയിടാറായ ഗ്രാമശ്രീക്ക് ഇനത്തിൽപ്പെട്ട കോഴിയെ 350 രൂപ കൊടുത്ത് 10 എണ്ണത്തിനെ മേടിച്ചു. 10 എണ്ണത്തിൽ മേടിച്ച് ഇനി 4 എണ്ണം കൂടെ ബാക്കിയുണ്ട്. ഇതുങ്ങളൊക്കെ പനിയോ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കാണാൻ പിന്നെ ചത്തുപോകും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കതിൽ വലിയ താല്പര്യം ഇല്ലാത്തത്. അല്ലാതെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. ഇവരെ വളർത്തിയ ഇങ്ങനെയുള്ളൊരു ഗുണമുണ്ട് കേട്ടോ, പാത്രം നിറച്ച് മുട്ട. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ബാക്കി പറയാം. അവരാണ് ഈ നടക്കുന്നത്. ഇവർക്ക് ഇടയ്ക്ക് ഇപ്പം 2 ഒറിജിനൽ നാടൻ കോഴി, ഏതാണ്ട് ആ പൂവൻ കോഴിയും അതിലൊരു കറുത്ത ഒരു കോഴിയുണ്ട്, പെടക്കോഴി. അതും ഒറിജിനൽ നാടൻ കോഴിയാണ്. അടയിരിക്കുന്ന ടൈപ്പ് കോഴിയെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്ന കൈരളിയാണോ ഗ്രാമശ്രീയാണോ എന്നറിയത്തില്ല, ഇവർ ഏതാ ഇനമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇവരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് VB3യും ഒറിജിനൽ കോഴിയും ആക്കി മാറ്റാനാണ് എൻ്റെ പ്ലാന്. അല്ലാതെ ഞാൻ ആരുടെയും കുറ്റം പറയുന്നതല്ല, എൻ്റെ അഭിപ്രായമാണ്. ഞാൻ ഈ 7-8 വർഷമായിട്ട് വളർത്തുമ്പോൾ എനിക്കുണ്ടാകുന്ന എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളുമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു രീതിയിലും ഒരു ബിസിനസ്സും ചെയ്യുന്നവരെ ഞാൻ കുറ്റം പറയുന്നതല്ല. എനിക്കുണ്ടായ അനുഭവങ്ങൾ. കാരണം എന്നെ കാണുന്നവർ സാധാരണക്കാരാണ്. അവർ മേടിച്ചാൽ അവർക്ക് ഒരിക്കലും ഒരു നഷ്ടം വരരുത്. ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സംശയങ്ങളൊക്കെ ചോദിക്കും, ചേച്ചി ഇതിനെ വളർത്തി അങ്ങനെ. ഇപ്പോൾ ഞാൻ കൂടുതലും അവർക്ക് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. കാരണം എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ വളർത്തി എക്സ്പീരിയൻസ് ആയാലേ നമുക്കിത് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ എല്ലാ ഇനത്തിൽപ്പെട്ടതിനെ മേടിച്ച് വളർത്തിയോണ്ടാണ് എനിക്കിത് വേർതിരിച്ച് ഇങ്ങനെ പറയാൻ കഴിയുന്നത്. ഈ തീറ്റ എന്താ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്നറിയാം. ഇങ്ങനെ നിലത്തിട്ട് കൊടുക്കുമ്പോൾ ഇവരെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുന്നവരല്ലേ, ഇവർ കുറേ നേരം ഇവിടെ നിന്നോളും. ഇങ്ങനെ കുത്തിപ്പറക്കി കീച്ച് അവർക്കൊരു എക്സസൈസും ആകും. അവരിങ്ങനെ നിന്നോളും. ഇത് നമ്മുടെ VB3ക്ക് കൊടുക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കോഴിത്തീറ്റയാണ്. അതിലേക്ക് നമ്മുടെ ചീര, അതായത് നമ്മൾ കഴിക്കുന്ന നമ്മുടെ വീട്ടിലേക്ക് ഞാൻ നട്ടു വളർത്തി വെച്ചിരിക്കുന്ന ചീരയാണ്. അതും കൂടെ അരിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ പുറത്തു നിന്നുള്ള ഒന്നും അവർക്ക് കൊടുക്കുന്നില്ലല്ലോ. അവരുടെ തീറ്റയും ഇതുപോലെ ഇലവർഗ്ഗങ്ങളെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ വല്ലപ്പോഴും കുറച്ച് കാൽസ്യം, അതുപോലെ തന്നെ ന്യൂറോബയോണിൻ്റെ ടാബ്ലറ്റ് വെള്ളത്തിൽ കലക്കി കൊടുക്കും. ഇതൊക്കെ ഞാൻ അവർക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ, ചിലവ് കുറഞ്ഞ രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് അവരിൽ നിന്ന് വരുമാനം കണ്ടെത്തുക എന്നതാണ് എൻ്റെ ഏക ലക്ഷ്യം. അതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാം ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ വിശദമായിട്ട് പറയുന്ന കേട്ടോ. വീഡിയോയ്ക്കൊക്കെ എന്തെങ്കിലും പോരാഴിയുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ കുഞ്ഞു ചാനലിനെ. അപ്പം
ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഞാനൊരു എന്താ പറയുക, ഒരു ശകലം വിഷമത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതൊക്കെ എല്ലാം ശരിയായി നല്ല രീതിയിൽ വരാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അവർക്ക് ഈ തീറ്റ നമുക്ക് ഇച്ചിരി ഇളക്കി, ഇച്ചിരി കൂടെ ഇതാക്കിയിട്ടൊന്ന് ഇളക്കി, ഇച്ചിരി വെള്ളം നനച്ച് വേണം കൊടുക്കാനല്ലേ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ചൂടൊക്കെ അല്ലേ, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ചീരയും കൂടെ ഞാൻ പോയി കണ്ടിച്ചുകൊണ്ട് വന്നാൽ ഇതും കൂടെ അരിഞ്ഞ് കൂട്ടിയിട്ട് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഇവർക്കിത് ഇളക്കി നന്നായിട്ട് കൊണ്ട് കൊടുക്കാം. വെള്ളം നനച്ച് ഇളക്കണം, എങ്കിലേ ഒരു ഇതായിട്ട് കിടക്കത്തുള്ളൂ. അപ്പോൾ ഇത് നനച്ച് കൊണ്ടവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ റെഡിയാകുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കോഴികൾക്ക് ഇവിടെ കൊടുക്കുന്ന തീറ്റ. നല്ല നല്ല രീതിയിൽ നനയ്ക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇവരുടെ തൊണ്ടയ്ക്ക് ഇങ്ങനെ പൊടി പറ്റിപ്പിടിക്കാതിരിക്കാനാണ് ഇത് നനയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് എൻ്റെ ഒരു വീഡിയോസുകളൊന്നും കാണാഞ്ഞിട്ട് നിങ്ങളാരും എന്നെ ഒന്ന് തിരക്കിയ പോലും ഇല്ലല്ലോ. എന്നാലൊരു വീഡിയോയുടെ ഇടയിൽ ഒരു കമൻറ്റായിട്ട് പോലും ആരും എന്നെ ഒന്നും തിരക്കുന്നില്ല. ഇപ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ല, എന്താണെന്നൊന്നും തിരക്കിയില്ലല്ലേ. ഇത്രയൊക്കെ ഉള്ള എല്ലാവർക്കും സ്നേഹം പോട്ടെ, സാരമില്ല. അപ്പോൾ എൻ്റെ സ്ഥിരമായി വീഡിയോ കാണുന്നവരോടെല്ലാം ഇനി ഞാൻ റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതേപോലെ തന്നെ നമ്മളൊരു ഫേസ്ബുക്ക് പേജ് കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഇത് ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ഈ ചാനലിൻ്റെ അതേ നെയിം തന്നെയാണ്, പ്രിയാസ് അനുശ്രീ വ്ളോഗ് എന്നുള്ള നെയിം തന്നെയാണ്. അതിൻ്റെ കോഴിപ്പിള്ളേരും താറാപ്പിള്ളേരും എല്ലാം നടക്കുന്നവർ, വെളിയിൽ കൂടെ നടക്കുന്നവർ അവിടെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് ഇവർക്ക് തീറ്റ കൊടുക്കുന്നത്. അതിൻ്റെ മിച്ചിഷ്ടമൊക്കെ താഴെ വീഴുന്ന അടിച്ചു മാറ്റി കഴിക്കാൻ അവർ വന്ന്, അവർക്ക് ആദ്യം ഞാൻ കൊടുത്തതാണ് ഫുഡ്. എന്നിട്ടും അവരവിടെ വന്ന് നിൽക്കുക ഉണ്ടോ. തീറ്റ എല്ലാവർക്കും കൊടുത്തു. പിന്നെ വെള്ളവും കൊടുക്കുന്നുണ്ട്. വെള്ളം ഇത് ഇവർക്ക് ട്രിപ്പിംഗ് സിസ്റ്റം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ട്രിപ്പിംഗ് സിസ്റ്റം ഉണ്ട്. എന്നാലും ഞാൻ ഇച്ചിരി വെള്ളം ഇങ്ങനെയും കൂടെ വെച്ച് കൊടുക്കും. എന്താണെന്നറിയോ, ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. അപ്പം അവർക്ക് എങ്ങാനും ഈ ട്രിപ്പിംഗ് സിസ്റ്റത്തിൽ കുടിക്കാനോ എന്തെങ്കിലും പറ്റാതെ വന്നവർക്ക് വെള്ളം കിട്ടാതെ വരരുത്. വെള്ളം നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കൊടുക്കണം ഇവർക്ക് കേട്ടോ. ഇവർക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. ഇവർ വെള്ളം ഒരുപാട് കുടിക്കും. അപ്പം ഞാനിതെൻ്റെ ഒരു മൺചട്ടി ഇതൊക്കെ വെച്ച് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റാണെന്ന്, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് ഞാൻ ഇവരെ വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ടോ ഞാൻ പറഞ്ഞില്ലേ ട്രിപ്പിംഗ് സിസ്റ്റത്തിൻ്റെ ഇതുണ്ട്. അതിൽ വെള്ളം നിറച്ച് കൊടുത്താലും എന്താ പറയുന്നത്, ഞാൻ കുറച്ചുകൂടെയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.